ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ മാഹിൻഷ MS. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പിനകത്ത് പുതിയൊരു അപ്ഡേഷൻ ചെയ്യാമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ഞാൻ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് 4 പുതിയൊരു ട്രിക്കുകൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോഴേക്കും മിക്ക യൂട്യൂബേഴ്സൊക്കെ അത് കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ അതിപ്പോഴും അറിയാത്ത ഒരുപാട് യൂട്യൂബേഴ്സും വാട്സപ്പ് ഉപയോഗിക്കുന്നവരും പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോകൾ ചെയ്യുന്നത്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ഒരു പരിചയമില്ലാത്ത നമ്പറിലോട്ട് നമ്മൾ മെസ്സേജ് അയക്കുമ്പോഴും, അല്ലെങ്കിൽ നമ്പർ മാറി ഒരു അപരിചിതനായ ഒരാൾ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ വാട്സപ്പിലെ DP, വാട്സപ്പിലെ സ്റ്റാറ്റസ് എബൌട്ട്, പിന്നെ നമ്മുടെ വാട്സപ്പിലെ ലാസ്റ്റ് സീൻ, ഈ 4 കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മളെ ആണുങ്ങൾക്ക് അത് കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും അനിയത്തിമാർക്കും ഇത്താത്തമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അത് ഒരു വലിയൊരു കുഴപ്പമാണ്, അപകടമാണ്. കാര്യം ഞാൻ നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടാണ് വാട്സപ്പ് ഈ പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാട്സപ്പിലെ DP, നമ്മുടെ ലാസ്റ്റ് സീൻ, വാട്സപ്പിലിട്ടേക്കുന്ന സ്റ്റാറ്റസ് എബൌട്ട്, പിന്നെ സ്റ്റാറ്റസ്, ഈ 4 കാര്യങ്ങളും നമുക്കിഷ്ടമുള്ള ആൾക്കാർക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ അപ്ഡേഷൻ വന്നേക്കുന്നത്. അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക. നിർബന്ധമായും ഈ കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. സംഭവം എന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയ കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കൂടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ ഇതുപോലെ അയക്കുന്ന പുതിയ ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അതിനായിട്ട് നിങ്ങൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുകളിലായിട്ടൊരു 3 ഡോട്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അക്കൗണ്ട്, അതിനകത്ത് പ്രൈവസി ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ പ്രൈവസി ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഈ ഒരു ഇൻ്റർഫേസിലാണ് ഞാൻ പറഞ്ഞ 4 അപ്ഡേഷൻ. ഇതിനകത്ത് ഫസ്റ്റ് തന്നെ കിടക്കുന്നത് ലാസ്റ്റ് സീൻ. അതായത് നമ്മൾ വാട്സപ്പിൽ ഓൺലൈനിൽ വന്നിട്ട് പോയി അത് ആർക്കൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആർക്കൊക്കെ വേണമെങ്കിലും നമുക്കിത് കാണിച്ചു കൊടുക്കാം. ഇതിനകത്ത് എവരിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം, വാട്സപ്പിലുള്ള എല്ലാവർക്കും നമ്മുടെ ലാസ്റ്റ് സീൻ കാണാൻ പറ്റും. മൈ കോൺടാക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ സേവ് ചെയ്തിട്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. പിന്നെ നോ ബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സീൻ നമ്മൾക്കല്ലാതെ വേറെ ആർക്കും ഇത് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈൽ ഫോട്ടോ. അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എവരിവൺ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്സപ്പിലെ പ്രൊഫൈല് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടെ വാട്സപ്പ് പ്രൊഫൈൽ എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ അത് മാറ്റിയിട്ട് മൈ കോൺടാക്ട്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ സേവ് ചെയ്തിട്ടിരിക്കുന്ന എല്ലാവർക്കും കാണാൻ സാധിക്കും. നോബഡി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് പ്രൊഫൈൽ ആർക്കും കാണാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മൈ കോൺടാക്ട്സ് കൊടുക്കുക. ഞാനിപ്പോൾ അത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ വാട്സപ്പിലെ എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിനകത്ത് നമ്മൾ എന്തെങ്കിലും പേരും എന്തെങ്കിലുമൊക്കെ അടിച്ചു കൊടുക്കൂലേ, അത് നമ്മൾക്ക് എവരിവൺ ആണെങ്കിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. മൈ കോൺടാക്ട്സ് നമ്മുടെ കോൺടാക്ട്സിലുള്ള ആൾക്കാർക്ക് മാത്രം കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നോബഡി എന്ന് പറഞ്ഞാൽ ആർക്കും കാണിച്ചു കൊടുക്കരുത്. ഞാൻ മൈ കോൺടാക്ട്സ് ഇട്ട്. പിന്നെ നമ്മുടെ വാട്സപ്പിലിടുന്ന സ്റ്റാറ്റസ്, അതായത് നമ്മുടെ മൈ കോൺടാക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ സേവ് ചെയ്തിട്ടുന്ന ആൾക്കാർ, മൈ കോൺടാക്ട്സ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം, ഞാൻ ഈ ടിക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രം എൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ആക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒൺലി ഷെയർ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഇപ്പോൾ ഒരാളെ ഞാൻ ടിക്ക് ചെയ്തു, അയാൾക്ക് മാത്രം ഈ സ്റ്റാറ്റസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ. പക്ഷേ ഇത് മൈ കോൺടാക്ട്സിലോട്ട് ഇട്ടേക്കാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും വാട്സപ്പ് ഉപയോഗിക്കുന്ന നിങ്ങളെല്ലാവരും ചെയ്തു വെക്കുക. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പറയുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും വളരെയധികം ഉപകാരപ്പെട്ടു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് ഇതിൽ നല്ലൊരു കിടിലൻ വീഡിയോ ഇട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ. ഇറ്റ്സ് മീ മാഹിൻഷ സൈനിങ് ഔട്ട്.